ഇന്ന് നമുക്ക് ഫേമസ് ആയ ഒരു ഗുജറാത്തി സ്നാക്സിന്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ദോക്ല കേട്ടിട്ടുണ്ടാവൂല്ലേ? കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപൂർവമായിട്ട് മാത്രമേ ഇവിടങ്ങളിൽ അത് കിട്ടാറുള്ളൂ. എന്തായാലും ഇന്ന് നമുക്ക് ആ ഒരു ദോക്ലയുടെ റെസിപ്പി ഒന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ കടലമാവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരല്പം കട്ടിയോടുകൂടി, എന്ന് കരുതി തീരെ കട്ടിയായി പോകാനും പാടില്ല, തീരെ ലൂസായി പോകാനും പാടില്ല, ഒരല്പം കട്ടിയോടുകൂടി കലക്കിയെടുക്കുക. അതുപോലെ വെള്ളം ആദ്യമേ തന്നെ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാനും പാടില്ല, കുറേശ്ശെ ഒഴിച്ച് കലക്കിയെടുക്കുക. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരല്പം ലൂസായിട്ട്, അതായത് ഈ കാണുന്നത് പോലെ കടലമാവ് കലക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 1 കവർ ഈനോ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പോൾ ഈനോ ഇല്ലെങ്കിൽ അതിന് പകരമായി 1 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് ഇളക്കിയാലും മതി. ഇപ്പൊ എന്ത് തന്നെ ആയാലും ഈനോയാണ് ഏറ്റവും നല്ലത്. അത് ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങനെ ആയി കിട്ടുമെന്ന്. കാരണം അത് ചേർത്ത് ഇളക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ കാണുന്നത് പോലെ നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് അല്ലെങ്കിൽ ഒരു മോൾഡിലേക്ക് മാറ്റാം. അപ്പൊ ഇങ്ങനെ മാറ്റുന്നതിന് മുൻപായിട്ട് അതിൽ ഒരല്പം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ട്രേയോ മോൾഡോ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് അടപ്പ് പാത്രം, അതായത് സ്കൂളിൽ ഭക്ഷണം കൊടുത്തു വിടുന്ന ടൈപ്പ് സ്റ്റീൽ അടപ്പ് പാത്രം ഉണ്ടാവുമല്ലോ, അതിൽ നന്നായിട്ട് എണ്ണ തടവിയതിന് ശേഷം ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ബാറ്റർ ഇതിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിയിൽ അല്പം വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. വെള്ളം ചൂടായി തുടങ്ങുമ്പോഴേക്ക് അതിലേക്കൊരു റിങ് താഴ്ത്തി വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിതിന് മേലെയായിട്ട് ഈ ബാറ്റർ അടങ്ങിയ മോൾഡ് ഉണ്ടല്ലോ വെച്ച് കൊടുക്കാം. ശേഷം ഈ കടായി ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇത് വെന്ത് കിട്ടാൻ അധികം സമയമൊന്നും എടുക്കില്ല, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഈ പറഞ്ഞ 20 മിനിറ്റിന് ശേഷം ഒരു പച്ച ഈർക്കിൽ, നല്ല വൃത്തിയുള്ള പച്ച ഈർക്കിൽ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ പൊടിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇതിൽ ചൂട് ആറാനായിട്ട് എടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഈ പറഞ്ഞ പോലെ പൂർണ്ണമായി പൊട്ടിത്തീരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഈ പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചമുളക് മൂത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. അങ്ങനെ ഈ പറഞ്ഞതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ചെറിയ തോതിലൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം പിഴിഞ്ഞെടുത്ത നീര് ഇത്രയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു വശത്തേക്ക് മാറ്റുക. ഇനി ചെയ്യേണ്ടത് ആദ്യമേ തയ്യാറാക്കി മാറ്റി വെച്ച ദോക്ല ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ മാറി ഇരിക്കുകയാണ്. അതിന്റെ വശങ്ങൾ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് വരഞ്ഞു കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടാം. ശേഷം ക്യൂബ് കണക്കെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യാൻ എടുക്കുന്ന കത്തി ഉണ്ടല്ലോ, അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തടവിയതിനു ശേഷം വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ വശങ്ങളൊക്കെ പിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ക്യൂബ് കണക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സിറപ്പ് ഉണ്ടല്ലോ ഇതിന് മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ എല്ലാ വശത്തും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദോക്ല കഴിക്കാൻ ഇനി ഗുജറാത്തിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.